എല്ലാവർക്കും സിൻഡിലയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗിറ്റിനെ പറ്റിയിട്ടായിരിക്കും നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നത് ഗിറ്റ് എന്താണെന്ന്. ഗിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർഷൻ കൺട്രോളിങ് സിസ്റ്റമാണ്. വേർഷൻ കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ഉണ്ടാക്കിയതിന് ശേഷം ആ ഫയലിനെ ഡിഫറെൻറ്റ് വേർഷൻസിന് നമ്മൾ ട്രാക്ക് ചെയ്യുന്നതിനാണ് വേർഷൻ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗിറ്റും ഗിറ്റ്ഹബും രണ്ടും വ്യത്യസ്ത സാധനങ്ങളാണ്. എന്നാൽ ഗിറ്റ്ഹബ് വർക്ക് ചെയ്യണത് ഗിറ്റിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഗിറ്റിനെ പറ്റിയിട്ട് പഠിക്കും. ഗിറ്റ് ഉപയോഗിക്കാൻ ആദ്യം ഗിറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി gitsem.com എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ കറക്റ്റായോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വിൻഡോസ് യൂസേഴ്സ് അവരുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം ഗെറ്റ് സ്പേസ് $" വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഗിറ്റ് വേർഷൻ 2.17 അല്ലെങ്കിൽ നിങ്ങളുടെ വേർഷൻ ഏതാണോ അത് കാണാം. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ കറക്റ്റായി. ഗിറ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 2 വേരിയബിൾസ് സെറ്റ് ചെയ്യണം. അതായത് ഗിറ്റ് യൂസർ നെയിം ആൻഡ് ഗിറ്റ് ഇമെയിൽ ID. ഇത് ഗിറ്റിൽ ചേഞ്ചസ് വരുത്തുന്ന ആളുടെ പേരും ഇമെയിൽ ID ആയിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കും ഗിറ്റ് കമ്മിറ്റ് മെസ്സേജൊക്കെ ട്രാക്ക് ചെയ്യുക. അതിനായി git സ്പേസ് config സ്പേസ് $" global സ്പേസ് യൂസർ ഡോട്ട് നെയിം സ്പേസ് ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ നിങ്ങളുടെ പേരടിക്കുക. അതിനുശേഷം git config global യൂസർ ഡോട്ട് ഇമെയിൽ സ്പേസ് നിങ്ങളുടെ ഇമെയിൽ ID അടിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഇനീഷ്യൽ സെറ്റപ്പ് പൂർത്തിയായി. അതിനുശേഷം നമുക്ക് പുതിയൊരു റിപ്പോർട്ട് തുടങ്ങാം. അതിനായി ഞാൻ ഡെസ്ക് ടോപ്പിലൊരു പുതിയ ഫോൾഡർ തുടങ്ങാണ്, റിപ്പോർട്ട്. ഓക്കെ, ഇനി ടെർമിനൽ എടുക്കുക. അതിനുശേഷം CD സ്പേസ് ഡെസ്ക്ടോപ്പ് എൻ്റർ. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫോൾഡറിലാണോ നമ്മുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണേ ആ ഫോൾഡറിലേക്ക് നമ്മുടെ ടെർമിനലിനെ കൊണ്ടുപോകണം. നമ്മുടെ ടെർമിനൽ ആദ്യം നിന്നത് അതിൻ്റെ ഡിഫോൾട്ട് ലൊക്കേഷനിലായിരുന്നു. CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഡയറക്ടറി. ഇപ്പോൾ നമ്മുടെ ടെർമിനൽ നിൽക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഇനി നമ്മൾ CD സ്പേസ് റിപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് മാറി റിപ്പോർട്ട് എന്ന ഫോൾഡറിലാണ് ഇപ്പോൾ നമ്മുടെ ടെർമിനൽ നിൽക്കുന്നത്. അതിനുശേഷം ഇനി നമ്മുടെ പുതിയൊരു റെപ്പോസിറ്ററി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്ന റെപ്പോസിറ്ററി എന്താണ്? റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടെയ്നറിന് മാതിരി സങ്കല്പിക്കാം. അതായത് നമ്മുടെ പ്രൊജക്റ്റും കോഡും ഫയൽസും എല്ലാം സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലം. ആ റെപ്പോസിറ്ററിനായിരിക്കും നമ്മുടെ ഗിറ്റ് മോണിറ്റർ ചെയ്യുക. ഗിറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമാൻഡ് കൊടുക്കും. അതിന് പറയുന്നതാണ് ഗിറ്റ് സ്പേസ് init, അതായത് ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾഡറിൽ കാണാം .git എന്ന് ഇറങ്ങിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇനി എന്താ വേണ്ടേ? നമുക്ക് പുതിയൊരു റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം ഞാനൊരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒരു റിപ്പോർട്ട് പേസ്റ്റ് ചെയ്യാണ്, സേവ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പ് റിപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞ് സേവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഫയൽ ഇവിടെയുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ നമ്മുടെ റെപ്പോസിറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്. അതായത് ഏതൊക്കെ ഫയലുണ്ട്, ഏതൊക്കെ ഫയൽ ആഡ് ചെയ്യാനുണ്ട്, ഏതൊക്കെ ഫയൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓൺ ബ്രാഞ്ച് മാസ്റ്റർ. ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യണ ബ്രാഞ്ച്, അതായത് ഈ സെപ്പറേറ്റ് ബ്രാഞ്ചസ് ഉണ്ടാവും. അത് ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം നോ കമ്മിറ്റ്സ് യെറ്റ് എന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും ചേഞ്ചസ് വരുത്തിയിട്ടില്ല. കമ്മിറ്റ്സ് എന്ന് പറയുന്നത് ഗിറ്റിൽ നമ്മളൊരു ഫയലിനെ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് സേവ് ചെയ്യുമ്പോഴാണ് അതിനെ കമ്മിറ്റ് എന്ന് പറയുക. ഓക്കെ, ഗിറ്റിൽ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിറ്റ് യൂസ് ചെയ്തിട്ട് ആ ഫയൽസിനെ സേവ് ചെയ്യണതാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അൺട്രാക്ഡ് ഫയൽസ് റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഗിറ്റ് ഈ റിപ്പോർട്ട് എന്ന ഫയലിനെ ട്രാക്ക് ചെയ്യണില്ല. ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റിനെ
ഫയലിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് 2 സ്റ്റേജസ് വെച്ചിട്ടാണ് നമ്മളൊരു ഫയൽ കമ്മിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനായി ഗെറ്റ് സ്പേസ് ആഡ് നിങ്ങളുടെ ഫയൽ നെയിം, ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഫയൽ റിപ്പോർട്ട് എന്ന് പറയുന്ന ഫയൽ ആഡ് ചെയ്തിരിക്കും. അതിനായി നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് എന്നടിച്ചാൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ് ന്യൂ ഫയൽ റിപ്പോർട്ട്. അതായത് നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്ന ഫയൽ ഇപ്പോൾ ഗിറ്റ് മോണിറ്റർ ചെയ്ത് തുടങ്ങി, പക്ഷേ നമ്മളത് സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്യുന്നതിനായി ഗെറ്റ് കമ്മിറ്റ് സ്പേസ് $m സ്പേസ് ഇൻവെർട്ടഡ് കോമ ഇനീഷ്യൽ കമ്മിറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റ് മെസ്സേജും കൂടി എഴുതണം. അതായത് നമ്മൾ എന്തിനാണ് ഇത് കമ്മിറ്റ് ചെയ്തത്. അതായത് നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്പെസിഫിക് റീസൺ ഉണ്ടാവും, അതെന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് എഴുതുന്നതാണ് കമ്മിറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് കാണാം മാസ്റ്റർ ഇനീഷ്യൽ കമ്മിറ്റ് 1 ഫയൽ ചേഞ്ച്. ഇപ്പോൾ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുമ്പോൾ നമുക്ക് കാണാം നത്തിങ് ടു കമ്മിറ്റ് വർക്കിംഗ് ട്രീ ക്ലീൻ. അതായത് നമ്മുടെ ഗിറ്റിൽ ഇപ്പോൾ എല്ലാ റിപ്പോർട്ടും എല്ലാ ഫയൽസും ട്രാക്കഡ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഫയലിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഗിറ്റ് സ്റ്റാറ്റസ് ഒന്നും കൂടി അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഈ ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി ഈ ഫയൽ കമ്മിറ്റ് ചെയ്യാം. അതിനായി ആദ്യം ഗിറ്റ് ആഡ് റിപ്പോർട്ട് ഗിറ്റ് കമ്മിറ്റ് സ്പേസ് m ഓക്കെ, അടുത്തത് നമുക്കൊന്നുകൂടി ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നത്തിങ് ടു കമ്മിറ്റ് വർക്കിംഗ് ട്രീ ക്ലീൻ. അതായത് ഇപ്പോൾ ഒന്നും കമ്മിറ്റ് ചെയ്യാനില്ല. ഇനി നമ്മൾ ഗിറ്റ് ലോഗ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ചെയ്തേക്കണ കമ്മിറ്റ് കാണാം. ഇതാണ് ഏറ്റവും അവസാനം നടത്തിയ കമ്മിറ്റ്. ആഡഡ് കണ്ടൻസ് നമ്മൾ മെസ്സേജ് കൊടുത്ത്, ഇത് അതിന് മുന്നേ കൊടുത്ത കമ്മിറ്റാണ് ഇനീഷ്യൽ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത മെസ്സേജും. അതേപോലെ നമ്മൾ വേറെയും കമ്മിറ്റ്സ് നടത്തുമ്പോൾ നമുക്ക് ഇതേപോലെ ഓർഡറിൽ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കിയ ഗിറ്റ് കമാൻഡ്സ് ഒന്നുകൂടെ നോക്കാം. ഗിറ്റ് ഇനിറ്റ്, അതായത് ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന കമാൻഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു റെപ്പോസിറ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട കമാൻഡ്. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ റെപ്പോസിറ്ററിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഏതൊക്കെ ഫയൽ കമ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്, ഏതൊക്കെ ഫയൽ കമ്മിറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് വഴി കാണാം. ഗിറ്റ് ആഡ് ഫയൽ നെയിം, ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് എന്ന 2 കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഗിറ്റിലെ ഫയൽ സ്റ്റേജ് ചെയ്ത് കമ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഗിറ്റ് ആഡ് ഫയൽ നെയിം യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആ ഫയലിനെ സ്റ്റേജ് ചെയ്യാം, അതായത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഗിറ്റ് കമ്മിറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ആ ഫയലിലെ ചേഞ്ചസ് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ഗിറ്റ് ലോഗ് ഉപയോഗിച്ച് നമുക്ക് ഇതുവരെ നടത്തിയ കമ്മിറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കമാൻഡ് കൂടി പഠിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് കാണാം എങ്ങനെ സേവ് ചെയ്ത ഫയലിനെ മുന്നത്തെ വേർഷനിലേക്ക് കൊണ്ടുവരാം, അതേപോലെ വേറൊരു ബ്രാഞ്ച് എങ്ങനെ തുടങ്ങാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം.